ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്കോർ റെയിൽവേ മലയാളത്തിന്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. 2026 RRB നോട്ടിഫിക്കേഷനിൽ പ്രധാനപ്പെട്ട രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ വരാനായിട്ട് പോവാണ്. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നു. അപ്ലിക്കേഷൻ വിൻഡോ ലൈവ് ആണ്. നിങ്ങൾക്ക് ജൂൺ 14 വരെ അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട്. അപ്ലൈ ചെയ്യാത്തവർ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ടുള്ള വീഡിയോസ് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്നത് രണ്ടാമത്തെ നോട്ടിഫിക്കേഷനെ പറ്റിയിട്ടാണ്. ഏതാണത്? ടെക്നീഷ്യൻ എക്സാംസ്. ടെക്നീഷ്യൻസ് എന്ന് പറയാൻ കാരണം രണ്ട് എക്സാംസിന് ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ടാണ് വരുന്നത്. ടെക്നീഷ്യൻ ഗ്രേഡ് 3 എന്ന് പറയുന്ന ലെവൽ 2 തസ്തികയും ടെക്നീഷ്യൻ ഗ്രേഡ് 1 എന്ന് പറയുന്ന ലെവൽ 5 തസ്തികയും കൂടെ ഒരുമിച്ചാണ് ഈ വർഷം നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ്. 24-ലും 25-ലും ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. 26-ലെ നോട്ടിഫിക്കേഷൻ ജൂൺ മാസത്തിൽ വരാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിനു മുന്നേ ഈ പരീക്ഷയെ പറ്റി അറിയാത്ത കുട്ടികളുണ്ടെങ്കിൽ ആദ്യമായി നിങ്ങളെ ഈ പരീക്ഷയെ ഒന്ന് പരിചയപ്പെടുത്തി തരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ RRB ടെക്നീഷ്യൻസ് പരീക്ഷയെ അറിയാം ആസ് പെർ 2025 നോട്ടിഫിക്കേഷൻ. അത് ഞാൻ പ്രത്യേകം എടുത്തു പറയാൻ കാരണം കഴിഞ്ഞ വർഷത്തെ നോട്ടിഫിക്കേഷൻ പ്രകാരം എങ്ങനെയാണ് പരീക്ഷ നടന്നിരുന്നത്, പരീക്ഷയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. ഈ വർഷത്തെ 2026-ലെ നോട്ടിഫിക്കേഷനിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ടായിരിക്കും. അതിന് മുന്നേ നമുക്കത് പറയാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാമിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അതിനകത്ത് നോക്കി കാണാനായിട്ട് സാധിക്കും. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാം 2024-ലെയും 25-ൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് 26-ലെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. ടെക്നീഷ്യൻ എക്സാംസിന് നമുക്ക് അത്തരത്തിലുള്ള മാറ്റങ്ങൾ നിലവിലെ സാഹചര്യത്തിൽ അറിയില്ല. നോട്ടിഫിക്കേഷൻ വന്നാലേ അറിയുള്ളൂ. 24-ലെയും 25-ലെയും നോട്ടിഫിക്കേഷൻ പ്രകാരം ഒരേപോലെയാണ് പരീക്ഷ കണ്ടക്ട് ചെയ്യുന്നത്. അതിൽ ഏറ്റവും അവസാനം നടന്ന 25-ലെ നോട്ടിഫിക്കേഷൻ പ്രകാരം എന്തൊക്കെയായിരുന്നു കാര്യങ്ങൾ എന്നുള്ളത് നമുക്കൊന്ന് നോക്കി കാണാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും നോക്കാനായിട്ട് പോകുന്നത്, ഒന്ന് എലിജിബിലിറ്റി, ഈ എക്സാമിൻ്റെ എലിജിബിലിറ്റി, 2 എക്സാമിൻ്റെ പാറ്റേൺ, 3 എക്സാമിൻ്റെ സിലബസ്, 4 എക്സാം പുതിയ നോട്ടിഫിക്കേഷൻ എന്താണ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കി കാണാനായിട്ട് പോകുന്നത്. എലിജിബിലിറ്റി എന്ന് പറയുമ്പോൾ ആർക്കൊക്കെയാണ് ഈ എക്സാം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ളത് നമ്മൾ നോക്കും. എക്സാമിൻ്റെ പാറ്റേൺ നോക്കും, എക്സാമിൻ്റെ സിലബസ് നോക്കും, പുതിയ നോട്ടിഫിക്കേഷനും അതിൻ്റെ ഡീറ്റെയിൽസും നമ്മൾ നോക്കി കാണുന്നുണ്ടായിരിക്കും. ഇതിൽ ഓരോന്നോരോന്നായിട്ട് നോക്കാം. ആദ്യം എലിജിബിലിറ്റി. അപ്പോൾ RRB എക്സാംസിന് ഏത് എക്സാം എടുക്കുകയാണെങ്കിലും അതിന്റെ എലിജിബിലിറ്റിയെ നമ്മൾ ഈ പറയുന്ന രീതിയിൽ 3 രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, തരംതിരിക്കുന്നുണ്ടാവും. 1 അതിന്റെ പ്രായം, 2 അതിന്റെ വിദ്യാഭ്യാസ യോഗ്യത, 3 മെഡിക്കൽ സ്റ്റാൻഡേർഡ്. ഈ 3 പാരാമീറ്റേഴ്സിനെ ആസ്പദമാക്കിക്കൊണ്ടാണ് നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് എലിജിബിൾ ആണോ, യോഗ്യനാണോ, യോഗ്യയാണോ എന്ന് തീരുമാനിക്കുന്നത്. ഈ 3 സംഭവങ്ങൾ ആസ്പദമാക്കിയിട്ടാണ്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ്? പ്രായമാണ്. അപ്പോൾ പ്രായത്തിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ എക്സാമിന് 18 വയസ്സ് മുതൽ 33 വയസ്സാണ് പ്രായപരിധി പറയുന്നത്. ഗ്രേഡ് 3 പരീക്ഷയ്ക്ക് 18 വയസ്സ് മുതൽ 30 വയസ്സാണ് പ്രായപരിധി പറയുന്നത്. മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ ഈ പറയുന്ന ജൂലൈ 1, 2026 നിങ്ങൾക്ക് ഈ പറയുന്ന പ്രായപരിധിയിൽ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ 2 പ്രായപരിധിയും ആരുടെയാണ്? അൺറിസർവ്ഡ് കാറ്റഗറിയും അതുപോലെ തന്നെ EWS റിസർവേഷൻ ഉള്ള ആളുകൾക്കും ഈ പ്രായപരിധിയാണ് അപ്ലിക്കബിൾ. നിങ്ങൾ OBC NCL നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് കൈവശമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രായപരിധിയിൽ മാറ്റം വരും. അധികം 3 വർഷം എന്ന് പറഞ്ഞാൽ 18 to 36, 18 to 33 അത് മാറും. SC ST ആണെന്നുണ്ടെങ്കിൽ 18 to 38, 18 to 35 അത് മാറും. ഇത് ഗ്രേഡ് 3യുടെ കാര്യം, ഇത് ഗ്രേഡ് 1ന്റെ കാര്യം. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് പ്രായപരിധി വരുന്നത്. ഇതല്ലാതെ മറ്റ് റിസർവേഷൻസ്, ആനുകൂല്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് പറയാം. അപ്പോൾ ടെക്നീഷ്യൻ പരീക്ഷ 2026 വരാനിരിക്കുന്ന ടെക്നീഷ്യൻ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാനുള്ള നിങ്ങളുടെ പ്രായപരിധി എന്താണെന്ന് ചോദിച്ചാൽ ഗ്രേഡ് 1 സിഗ്നലുകാർക്ക് 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയും, അതിൽ നിങ്ങൾ OBC NCL ആണെങ്കിൽ ഒരു 3 വർഷം കൂടെ, SC ST ആണെങ്കിൽ ഒരു 5 വർഷം കൂടെ അധികം വരും നിങ്ങൾക്ക്. ഗ്രേഡ് 3കാരാണെങ്കിൽ 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ് നിങ്ങളുടെ പ്രായപരിധി വരുന്നത്. ഇനി അടുത്ത നോട്ടിഫിക്കേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അടുത്ത ക്രൈറ്റീരിയ എന്താണെന്ന് നമുക്ക് നോക്കാം. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. അപ്പോൾ അതിൽ തന്നെ ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നലിന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെയാണ്? നിങ്ങൾക്ക് BSc കൈവശമുണ്ടെങ്കിൽ ഗ്രേഡ് 1 സിഗ്നൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. BSc എന്തിലൊക്കെ BSc വേണം? ബാച്ചുലർ ഓഫ് സയൻസ് ഇൻ ഫിസിക്സ്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, ഇൻസ്ട്രുമെന്റേഷൻ. ഈ പറയുന്ന ട്രേഡുകളിൽ നിങ്ങൾക്ക് BSc ബാച്ചുലർ ഓഫ് സയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ പ്രായപരിധി 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയുള്ള അൺറിസർവ്ഡ് EWS കാൻഡിഡേറ്റ്സ്, 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള OBC NCL കാൻഡിഡേറ്റ്സ്, 18 വയസ്സ് മുതൽ 38 വയസ്സ് വരെയുള്ള SC ST കാൻഡിഡേറ്റ്സിന്
നിങ്ങൾക്ക് BSc ഫിസിക്സോ BSc ഇലക്ട്രോണിക്സോ BSc കമ്പ്യൂട്ടർ സയൻസോ IT ഇൻസ്ട്രുമെന്റേഷനോ ഉണ്ടെങ്കിൽ ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ എക്സാം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. പോയിന്റ് നമ്പർ 1. അതല്ലാന്നുണ്ടെങ്കിൽ BSc ഈ പറയുന്നതിനകത്ത് എന്തിൻ്റെയെങ്കിലും കോമ്പിനേഷൻ ആയാലും മതി. ഫിസിക്സിന്റെ കൂടെ വേറെ എന്തെങ്കിലും ഒരു സബ്ജക്ട്, ഇലക്ട്രോണിക്സിന്റെ കൂടെ വേറെ എന്തെങ്കിലും ഒരു സബ്ജക്ട്, കമ്പ്യൂട്ടർ സയൻസിന്റെ കൂടെ വേറെ എന്തെങ്കിലും, ഇൻഫർമേഷൻ ടെക്നോളജി IT കൂടെ വേറെ എന്തെങ്കിലും, ഇൻസ്ട്രുമെന്റേഷന്റെ കൂടെ വേറെ എന്തെങ്കിലും. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന മെയിൻ ട്രേഡുകളുടെ കോമ്പിനേഷനോ അതിന്റെ ഈ പറയുന്ന പോലെ സബ്സ്ട്രീംസോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റും. BSc-കാർക്ക് എക്സാം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. 3-year ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ BSc ഫിസിക്സിലോ ഇലക്ട്രോണിക്സിലോ കമ്പ്യൂട്ടർ സയൻസിലോ IT ഇൻസ്ട്രുമെന്റേഷനിലോ ഒക്കെ നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റും. 3-year ഡിപ്ലോമ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗുകാർക്കും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഈ പറയുന്ന സ്ട്രീമുകളിൽ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇലക്ട്രിക്കലുകാർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും, ഇലക്ട്രോണിക്സുകാർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇൻഫർമേഷൻ ടെക്നോളജി, ഇൻസ്ട്രുമെന്റേഷൻ തുടങ്ങിയ BTech എടുത്തിട്ടുള്ള കുട്ടികൾക്കും ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതും കൂടെ ഓർത്തിരിക്കുക. ഇനി ഇതിൽ ഏറ്റവും കഴിഞ്ഞ വർഷത്തെ നോട്ടിഫിക്കേഷനകത്തുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഈ വർഷത്തെ നോട്ടിഫിക്കേഷനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അറിയിക്കുന്നുണ്ടായിരിക്കും. ഇത് കഴിഞ്ഞ വർഷത്തെ 2025 നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള ക്വാളിഫിക്കേഷൻസ് ആണ്. Those awaiting results of the final examination of the prescribed qualification, educational or technical qualification should not apply. റിസൾട്ട് കാത്തിരിക്കുന്ന കുട്ടികൾ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നോട്ടിഫിക്കേഷൻ വരുന്നതിനേക്കാൾ മുന്നേ അല്ലെങ്കിൽ അപ്ലിക്കേഷൻ വിൻഡോ ക്ലോസ് ചെയ്യുന്നതിനേക്കാൾ മുന്നേ നിങ്ങളുടെ റിസൾട്ട് വന്നാൽ മതി. നോട്ടിഫിക്കേഷൻ വന്നു, എക്സാം അപ്ലൈ ചെയ്യാനുള്ള 1 മാസം നിങ്ങൾക്ക് കിട്ടും. ആ 1 മാസം കഴിയുന്നതിന് മുന്നേ നിങ്ങളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതല്ലാത്ത പക്ഷം നിങ്ങളുടെ അപ്ലിക്കേഷൻ വിൻഡോ ക്ലോസ് ചെയ്തതിന് ശേഷമാണ് റിസൾട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് അവർ ടാലി നോക്കിയിട്ട് നിങ്ങളെ ഡിസ്ക്വാളിഫൈ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവർ പറയുന്നത് ദോസ് അവൈറ്റിംഗ് റിസൾട്ട്സ് ഓഫ് ദ ഫൈനൽ എക്സാമിനേഷൻ ഓഫ് ദ പ്രിസ്ക്രൈബ്ഡ് എഡ്യൂക്കേഷൻ ഓർ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഷുഡ് നോട്ട് അപ്ലൈ എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഗ്രേഡ് 1 സിഗ്നൽ ലെവൽ 5 പോസ്റ്റിന്റെ ക്വാളിഫിക്കേഷൻ. അപ്പോൾ പ്രായപരിധി ഓൾറെഡി കണ്ടു, വിദ്യാഭ്യാസ യോഗ്യത ഗ്രേഡ് 1ന്റെ നിങ്ങൾക്ക് മനസ്സിലായി. ഗ്രേഡ് 3 നമ്മുടെ അടുത്ത് ഒരുപാട് കുട്ടികൾ ചോദിക്കുന്ന ഒരു എക്സാമാണ് ഗ്രേഡ് 3യുടെ വിദ്യാഭ്യാസ യോഗ്യത. ശ്രദ്ധിക്കേണ്ട കാര്യം, 2025 നോട്ടിഫിക്കേഷൻ, ഞാൻ പറയുന്നത് 2025 നോട്ടിഫിക്കേഷനാണ്. 2025 നോട്ടിഫിക്കേഷനിൽ 49 ITI ട്രേഡുകൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. 49 ITI ട്രേഡുകളിലുള്ള ആളുകൾക്ക് 30 പോസ്റ്റുകളിലേക്കായിട്ടാണ് 2025 നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത്. ഒരിക്കൽ കൂടെ പറയാം, 30 തസ്തികകളുണ്ട്. എല്ലാ തസ്തികകളിലും എല്ലാ ട്രേഡുകാർക്കും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഈ 30 പോസ്റ്റുകളിലേക്കായിട്ട് ഇപ്പുറത്ത് 49 ട്രേഡുകാരുണ്ട്. ഈ 49 ട്രേഡിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് പോസ്റ്റുകളുണ്ട്, അവർക്ക് അവിടെ അപ്ലൈ ചെയ്യാം. മെക്കാനിക്കലുകാർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്ന കുറച്ച് പോസ്റ്റുകളുണ്ട്, അവർക്ക് അവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ആ രീതിയിൽ 30 പോസ്റ്റുകൾ 49 ITI ട്രേഡുകൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിഞ്ഞ വർഷം പറ്റുമായിരുന്നു. അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഈ ട്രേഡുകാർക്ക് ഈ വർഷം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുമോ, 2026 അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമേ നമുക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. അതാണ് അതിന്റെ മറ്റൊരു സത്യാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ അടുത്ത് പല വീഡിയോസിലും കുട്ടികൾ വന്ന് ചോദിക്കാറുണ്ട്, ITI ഈ ട്രേഡ് ആണ്, ടെക്നീഷ്യൻ ഗ്രേഡ് 3 അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വന്നാൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യാം. 2025 നോട്ടിഫിക്കേഷൻ പ്രകാരം ആർക്കൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാനിവിടെ പറഞ്ഞുതരാം. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രേഡുകളാണ് ഈ കാണുന്ന 9 എണ്ണം. ഇവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇലക്ട്രീഷ്യൻ, വയർമാൻ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, പവർ ഇലക്ട്രോണിക്സ് മെക്കാനിക്, ഓട്ടോ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് മെക്കാനിക്, HT LT എക്യുപ്മെന്റ്സ്, മെക്കാട്രോണിക്സ്, ഇൻസ്ട്രുമെന്റ് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ മെക്കാനിക്, ഇത്രയും ട്രേഡുകാർക്ക് കഴിഞ്ഞ വർഷം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഈ 22 ട്രേഡുകൾക്ക് കഴിഞ്ഞ വർഷം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. ഫിറ്റർ, മെഷീനിസ്റ്റ്, ഗ്രൈൻഡർ, ടേണർ, വെൽഡറിന് ഇത്രയും കാറ്റഗറിയിലുള്ള പോസ്റ്റുകൾ, കാർപ്പൻറ്റർ, ഫർണിച്ചർ ആൻഡ് ക്യാബിനറ്റ് മേക്കർ, പ്ലംബർ, പൈപ്പ് ഫിറ്റർ, പെയിന്റേഴ്സിന്റെ ഇത്രയും സംഭവങ്ങൾ, അതുപോലെ തന്നെ ഓപ്പറേറ്റർ, അഡ്വാൻസ്ഡ് മെഷീൻ ടൂൾ, CNC, മിൽറൈറ്റ്, മെക്കാനിക് മാൻ മെഷീൻ ടൂൾ മെയിൻ്റനൻസ്, മെക്കാനിക് അഡ്വാൻസ് മെഷീൻ ടൂൾ മെയിൻ്റനൻസ് തുടങ്ങിയ 22 ട്രേഡുകൾക്ക് മെക്കാനിക്കലുകാർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്തതിന് ശേഷം ഈ ട്രേഡിൽ ഏതാണ് നിങ്ങൾ ITI എടുത്തിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇനി ഇത് കഴിഞ്ഞ് ഓട്ടോമൊബൈൽ, ഡീസൽ റിലേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റുകളുണ്ട്. അത്രയും പോസ്റ്റുകൾ 5 ട്രേഡുകൾക്ക് അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. അതിനുശേഷം ക്രെയിൻ ആൻഡ് ഹെവി എക്യുപ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള 3 പോസ്റ്റുകൾ ഉണ്ടായിരുന്നു. ഫൗണ്ടറി ആൻഡ് ബ്ലാക്ക് സ്മിത്ത് റിലേറ്റഡ് ആയിട്ടുള്ള 4 പോസ്റ്റുകൾ ഉണ്ടായിരുന്നു. ടെക്സ്റ്റൈൽ ആൻഡ് ടൈലറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള 6 പോസ്റ്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ രീതിയിൽ ഏകദേശം 49 ട്രേഡുകാർക്ക് കഴിഞ്ഞ വർഷം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. അഗെയിൻ ഈ സർട്ടിഫിക്കറ്റുകളെല്ലാം അല്ലെങ്കിൽ ഈ ട്രേഡുകളെല്ലാം തന്നെ NCVT SCVT സർട്ടിഫിക്കേഷൻ ആണ് പറയുന്നത്. ഏതാണ്? NCVT SCVT സർട്ടിഫിക്കേഷൻ ആണ് പറയുന്നത്. കഴിഞ്ഞ വർഷവും 24 25 കുട്ടികൾ നമ്മുടെ അടുത്ത് ചോദിച്ചുകൊണ്ടിരുന്നിരുന്ന കാര്യമാണ് KGC സർട്ടിഫിക്കേഷൻ്റെ കേസും അതുപോലെ തന്നെ മറ്റ് സർട്ടിഫിക്കേഷൻ്റെ കേസുകളും. ശ്രദ്ധിക്കേണ്ട കാര്യം,
RRB കണ്ടക്ട് ചെയ്യുന്ന ഏത് പരീക്ഷ എടുത്താലും അതിൽ ITI ഒരു വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറയുന്നുണ്ടെങ്കിൽ അവർ ഡിമാൻഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് NCVT SCVT സർട്ടിഫിക്കറ്റുകളാണ്. ഒരിക്കൽ കൂടെ പറയാം, RRB കണ്ടക്ട് ചെയ്യുന്ന ഏത് പരീക്ഷ ആയിക്കോട്ടെ, അത് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആയിക്കോട്ടെ, ടെക്നീഷ്യൻ ഗ്രേഡ് 3 ആയിക്കോട്ടെ, ഗ്രൂപ്പ് D ആയിക്കോട്ടെ, ഏത് പരീക്ഷ ആയിക്കോട്ടെ, അവിടെ ITI ഒരു വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് വരുന്നുണ്ടെങ്കിൽ RRB ആവശ്യപ്പെടുന്ന വിദ്യാഭ്യാസ യോഗ്യത അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് NCVT SCVT സർട്ടിഫിക്കേഷൻ ആണ്. നിങ്ങളുടെ കൈവശമുള്ളത് KGCയോ മറ്റേതെങ്കിലും സർട്ടിഫിക്കേഷൻസ് സർട്ടിഫിക്കറ്റുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷന്റെ സമയത്ത് ഈക്വലൻസി ഹാജരാക്കേണ്ടി വരും. ഈക്വലൻസി അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് RRBയുടെ ഡിസ്ക്രിപ്ഷൻ ആണ്. അത് RRBയുടെ ആ പർട്ടിക്കുലർ ബോർഡിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ്. ചിലപ്പോൾ അവർ എടുക്കാം, ചിലപ്പോൾ അവർ എടുക്കാതിരിക്കാം. അത് അവരുടെ കയ്യിലുള്ള കാര്യമാണ്, നമുക്കൊന്നും പറയാനായിട്ട് പറ്റില്ല. നോട്ടിഫിക്കേഷനകത്ത് ആകെ പറഞ്ഞിരിക്കുന്നത് NCVT SCVT സർട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. ഏത്? ഈ പറയുന്ന 49 ട്രേഡുകളിൽ. ഓക്കെ, അപ്പോൾ ടെക്നീഷ്യൻ ഗ്രേഡ് 1ന്റെ വിദ്യാഭ്യാസ യോഗ്യത, ടെക്നീഷ്യൻ ഗ്രേഡ് 3യുടെ വിദ്യാഭ്യാസ യോഗ്യത, ഗ്രേഡ് 1ന്റെയും ഗ്രേഡ് 3യുടെയും പ്രായപരിധി, ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കി. മൂന്നാമത്തെ കാര്യം എന്താ? ഞാൻ 3 യോഗ്യതകളാണ് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ കാര്യം എന്താണ്? മൂന്നാമത്തെ നിങ്ങളുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ്. അത് ഗ്രേഡ് 1 സിഗ്നലിന് B1 മെഡിക്കൽ സ്റ്റാൻഡേർഡും ഗ്രേഡ് 3 സിഗ്നലിന് A തൊട്ട് C വരെയുള്ള കാറ്റഗറിയിലുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ്സും വരാം. അതാണ് A to C എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഗ്രേഡ് 1 എന്ന് പറയുന്നത് ഒറ്റ പോസ്റ്റാണ്. അതിന്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് വരുന്നത് B1 ആണ്, ഫിക്സഡ് ആണ്. ടെക്നീഷ്യൻ ഗ്രേഡ് 3യുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് A to C എന്നാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു 30 പോസ്റ്റുകൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. ഗ്രേഡ് 3 ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള 29 പോസ്റ്റുകൾ. അതായത് നോട്ടിഫിക്കേഷൻ പുറത്ത് വന്നപ്പോൾ കഴിഞ്ഞ വർഷം 25 കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാം 25 ബേസ് ചെയ്തിട്ടാണ്. കഴിഞ്ഞ വർഷം 30 പോസ്റ്റുകൾ ഉണ്ടായിരുന്നു. എത്ര ട്രേഡ് ഉണ്ടായിരുന്നു? എത്ര ITI കാരുണ്ടായിരുന്നു? 49 ITI ട്രേഡുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ 30 പോസ്റ്റുകൾ ഉണ്ടായിരുന്നു. ഇനി ഈ 30 പോസ്റ്റുകളിൽ 29 ITI ആണ്. ITI ട്രേഡുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഒരെണ്ണം ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ ടെക്നീഷ്യൻ ഗ്രേഡ് 1 ആണ്. അത് ക്വാളിഫിക്കേഷൻ, കുറച്ച് കൂടിയ ക്വാളിഫിക്കേഷൻ, ഡിപ്ലോമ ആവശ്യമുള്ള പോസ്റ്റാണ്. ഈ 29 ITI പോസ്റ്റുകൾ, ഈ 29 ITI പോസ്റ്റുകളുടെ ഓരോ പോസ്റ്റിൻ്റെയും മെഡിക്കൽ സ്റ്റാൻഡേർഡ് വ്യത്യസ്തമാണ്. A2 കാറ്റഗറി, A3 കാറ്റഗറി, B1, B2, C1, C2 ഇങ്ങനെ 6 കാറ്റഗറിയിൽ വരുന്ന ട്രേഡുകളും വരാറുണ്ട്. A1 ഇതുവരെ വന്നിട്ടില്ല. A1 വരുന്നുണ്ട്, കുഴപ്പമില്ല. A1 സാധാരണ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെ ക്വാളിഫിക്കേഷൻ ആണ്. അപ്പോൾ അതാണ് മെഡിക്കൽ കാറ്റഗറി എന്ന് പറയുന്നത്. മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്, മെഡിക്കൽ സ്റ്റാൻഡേർഡിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഓരോ പോസ്റ്റിന്റെയും അതിന്റെ റിക്വയർമെന്റ് എന്താണ്, മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ആ സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇത്രയും മനസ്സിലാക്കി വെക്കുക. ഗ്രേഡ് 1 സിഗ്നൽ ആണെങ്കിൽ B1 ആണ്. B1 അത്ര നിസ്സാരപ്പെട്ട ഒരു മെഡിക്കൽ സ്റ്റാൻഡേർഡ് അല്ല. ഗ്രേഡ് 1 മാത്രം പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ ചിലപ്പോൾ വീഡിയോ കാണുന്നുണ്ടായിരിക്കും, ശ്രദ്ധിക്കുക. B1 അത്ര മോശപ്പെട്ട അല്ലെങ്കിൽ അത്ര എളുപ്പം ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു മെഡിക്കൽ സ്റ്റാൻഡേർഡ് അല്ല. സ്പെക്സ് യൂസ് ചെയ്യുന്നവർക്ക് ഗ്രേഡ് 1 അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതാണ് എൻ്റെ ഒരു അഡ്വാൻറ്റേജ്. കണ്ണട ഉപയോഗിക്കുന്നവർക്ക് ഗ്രേഡ് 1 എക്സാം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ മെഡിക്കൽ സ്റ്റാൻഡേർഡിന്റെ കേസ് നോക്കി. അപ്പം നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് എക്സാം അപ്ലൈ ചെയ്യാൻ പറ്റുക, ഗ്രേഡ് 1 ആർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, ഗ്രേഡ് 3 ആർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഈ ഒരു സംഭവത്തോടുകൂടെ മനസ്സിലായി. ഇനി എക്സാമിന്റെ പാറ്റേൺ. അപ്പോൾ 2 പരീക്ഷകൾക്കും പാറ്റേൺ സിമിലർ ആണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. അത് ആദ്യം ഉണ്ടായിരിക്കുക. ഇതിനകത്തുനിന്ന് ക്വാളിഫൈ ആവുന്ന ആൾക്കാരെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനിലും മെഡിക്കൽ എക്സാമിനേഷനിലേക്കും പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. RRB കണ്ടക്ട് ചെയ്യുന്ന, വർഷാവർഷം കണ്ടക്ട് ചെയ്യുന്ന 8 പരീക്ഷകളിൽ ഏറ്റവും എളുപ്പത്തിൽ ജോലിയിൽ എത്താൻ പറ്റുന്ന ഒരു പരീക്ഷ. എളുപ്പത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിപ്പറേഷൻ്റെ സാഹചര്യമല്ല ഞാൻ പറയുന്നത്, പരീക്ഷയുടെ സ്റ്റേജസ് ആണ് ഞാൻ പറയുന്നത്. നമ്മൾ ലോക്കോ പൈലറ്റ് എക്സാം എടുക്കുക. ലോക്കോ പൈലറ്റ് എക്സാമിന് ടയർ 1 ഉണ്ട്, ക്വാളിഫയിങ് ആണ്. അതിനകത്തുനിന്ന് 15 ഇരട്ടി ആളുകളെ ടയർ 2 എഴുതിക്കുന്നു. ടയർ 2ന്റെ മാർക്ക് പരിഗണിക്കുന്നു. അതിനകത്തുനിന്ന് 8 ഇരട്ടി ആളുകളെ CBAT എക്സാമിലേക്ക് വിടുന്നു. CBATൽ നിന്നും ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, പിന്നെ മെഡിക്കൽ എക്സാമിനേഷൻ, ALP കഴിഞ്ഞു, മാറ്റി വയ്ക്കുക. ജൂനിയർ എഞ്ചിനീയർ എക്സാം ടയർ 1 ഉണ്ട്, ടയർ 2 ഉണ്ട്, മെഡിക്കൽ ഉണ്ട്, DV ഉണ്ട്. സെക്ഷൻ കൺട്രോളർ എക്സാം ടയർ 1 ഉണ്ട്, കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അഥവാ CBAT ഉണ്ട്, മെഡിക്കൽ ഉണ്ട്, DV ഉണ്ട്, കഴിഞ്ഞു. NTPC ടയർ 1, ടയർ 2, ചിലതിന് ടൈപ്പിംഗ് ടെസ്റ്റ്, ചിലതിന് CPAT, ചിലതിന് നേരിട്ട് മെഡിക്കൽ DV അല്ലേ. ഗ്രൂപ്പ് D എക്സാം ടയർ 1 ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, ഈ പറഞ്ഞ പോലെ മെഡിക്കൽ DV. ടെക്നീഷ്യൻ എക്സാമിന്റെ സാധ്യത നോക്കുക. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, ഒറ്റ ടെസ്റ്റ് ഉള്ളൂ. അതിന് മാർക്ക് വാങ്ങിച്ചു, നിങ്ങൾ മെഡിക്കലി ഫിറ്റ് ആണെങ്കിൽ നേരെ ജോലിയാണ്, വേറെ ഒന്നുമില്ല. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ജോലി കിട്ടാൻ, ഞാൻ ഈ പറഞ്ഞ എല്ലാ പരീക്ഷകളും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും എളുപ്പം ഇൻ ദ സെൻസ് സ്റ്റേജുകളുടെ എണ്ണത്തിൽ ചുരുങ്ങിയ സ്റ്റേജുകൾ മാത്രമുള്ള ഒരു പരീക്ഷയാണ് ടെക്നീഷ്യൻ ഗ്രേഡ് 3 ആൻഡ് ഗ്രേഡ് 1 എന്ന് പറയുന്നത്, മറ്റ് പരീക്ഷകളായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തന്നെ നിങ്ങൾ കണക്കൂട്ടുക. അപ്പോൾ ഇതാണ് എക്സാമിന്റെ പാറ്റേണിന്റെ കാര്യത്തിൽ മെയിനായിട്ട് പറയാനുള്ളത്. ഇനി
സിലബസ് അല്ലെങ്കിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്ന ഗ്രേഡ് 1 സിഗ്നലാണ്. നിങ്ങൾക്ക് GK 10 മാർക്കിന് 2025 നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ളതാണ്. GK 10 മാർക്കിന് പഠിക്കാനുണ്ടായിരിക്കും, റീസണിംഗ് 15 മാർക്കിന് പഠിക്കാനുണ്ടായിരിക്കും, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് ആപ്ലിക്കേഷൻ 20 മാർക്ക്, മാത്സ് 20 മാർക്ക്, ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് 35 മാർക്ക്. അങ്ങനെ 100 മാർക്ക് 90 മിനിറ്റിന്റെ പരീക്ഷയാണ് നിങ്ങൾക്ക് ഗ്രേഡ് 1 സിഗ്നൽ വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഒറ്റ പരീക്ഷ ഉണ്ടാവുള്ളൂ. ആ ഒരു പരീക്ഷയുടെ സിലബസ് ആണ് കൊടുത്തിരിക്കുന്നത്. 10 മാർക്കിന് GK, 15 മാർക്കിന് റീസണിംഗ്, 20 മാർക്കിന് കമ്പ്യൂട്ടർ, 20 മാർക്കിന് മാത്സ്, 35 മാർക്കിന് ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ചേർന്ന് 100 മാർക്ക്, 100 ചോദ്യങ്ങൾ. അതാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് വരുന്നത്. ഇനി ഗ്രേഡ് 3യുടെ കേസ് എന്താണ്? ഗ്രേഡ് 3യുടെ കേസിൽ 25 മാർക്കിന് മാത്സ് പഠിക്കാനുണ്ട്, 25 മാർക്കിന് റീസണിംഗ് പഠിക്കാനുണ്ട്, 40 മാർക്കിന് സയൻസ് പഠിക്കാനുണ്ട്, 10 മാർക്കിന് GK പഠിക്കാനുണ്ട്. അപ്പോൾ 40 എന്ന് പറയുന്നത് സയൻസ് ആണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള സംഭവം വരുന്നത്. ഇവിടെയാണെങ്കിൽ 35 മാർക്കിന്റെ ഈ പറയുന്ന ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ് അവിടുത്തെ മെയിൻ ആയിട്ടുള്ള സംഭവമായിട്ട് വരുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ എക്സാമിനേഷൻ പാറ്റേൺ ഗ്രേഡ് 3യുടെയും ഗ്രേഡ് 1ന്റെയും. ഇനി ഇത് എക്സാമിന്റെ സിലബസ് ആണ്, ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് ആണ്. ടെക്നീഷ്യൻ ഗ്രേഡ് 1ന്റെ സിലബസ് ആണ് കൊടുത്തിരിക്കുന്നത്. GKയുടെ സിലബസ് കൊടുത്തിട്ടുണ്ട്, റീസണിംഗിന്റെ സിലബസ് കൊടുത്തിട്ടുണ്ട്, കമ്പ്യൂട്ടറിന്റെ സിലബസ് കൊടുത്തിട്ടുണ്ട്, മാത്സിന്റെ സിലബസ് കൊടുത്തിട്ടുണ്ട്, ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന്റെ സിലബസ് കൊടുത്തിട്ടുണ്ട്. ഈ മാത്സ് നിങ്ങൾക്ക് ഇതിന് മുന്നേ ഉണ്ടായിരുന്ന മാത്സ് അല്ല. നമുക്ക് ജൂനിയർ എഞ്ചിനീയർ എക്സാമിനോ NTPC എക്സാമിനോ ALP എക്സാമിനോ സെക്ഷൻ കൺട്രോളർ പരീക്ഷയ്ക്കോ ഉള്ള മാത്സ് അല്ല ഇത്. ഇതിനകത്ത് സെറ്റ് പഠിക്കാനുണ്ട്. അത് ആ രീതിയിൽ നിങ്ങൾ +1 പഠിക്കുന്ന പല സംഭവങ്ങളും ഇതിനകത്ത് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുണ്ട്. അപ്പോൾ ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള മാത്സിന്റെ സിലബസ് ഉള്ള ഒരു പരീക്ഷയാണ് ടെക്നീഷ്യൻ ഗ്രേഡ് 1. ഇനി ടെക്നീഷ്യൻ ഗ്രേഡ് 3യുടെ സിലബസിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഈ മാത്സ് എന്ന് പറയുന്നത് ഇത് രണ്ടും വ്യത്യസ്തമാണ്. നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ മാത്സ് അല്ല ഗ്രേഡ് 3യുടെ മാത്സ്. ഈ മാത്സ് തന്നെയാണ് നിങ്ങൾക്ക് ലോക്കോ പൈലറ്റിന് പഠിക്കാനുള്ളത്, ഇത് തന്നെയാണ് ഗ്രൂപ്പ് ഡിക്ക് പഠിക്കാനുള്ളത്, ഇത് തന്നെയാണ് JEക്ക് പഠിക്കാനുള്ളത്, ജൂനിയർ എഞ്ചിനീയർ പഠിക്കാനുള്ളത്. ഇതിന്റെ കുറച്ച് ഭാഗങ്ങൾ സെക്ഷൻ കൺട്രോളിന് പഠിക്കാനുണ്ട്, NTPCക്ക് പഠിക്കാനുണ്ട്, ഗ്രൂപ്പ് ഡിക്കും പഠിക്കാനുണ്ട്. അപ്പം ഇത് കോമൺ ആയിട്ടുള്ള ഒരു മാത്സിന്റെ സിലബസ് ആണ്. ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് എല്ലാത്തിനും സെയിം ആണ്. ഇവിടെ കണ്ട അതേ സിലബസ് തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെയും പഠിക്കാനുള്ളത്. ഗ്രേഡ് 1ന് പഠിക്കാനുള്ള റീസണിംഗ് തന്നെയാണ് ഗ്രേഡ് 3ക്കും പഠിക്കാനുള്ളത്. ജനറൽ സയൻസിന് എല്ലായ്പ്പോഴും ഒരേ സിലബസ് ആണ്. ഇവിടെ നിങ്ങൾക്ക് സയൻസ് ആയിട്ട് പഠിക്കാനില്ലാത്തതുകൊണ്ടാണ് സയൻസിന് ഈ സയൻസിന്റെ സിലബസ് തന്നെയാണ് നിങ്ങൾക്ക് ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് പഠിക്കാനുള്ളത്, ഇത് തന്നെയാണ് ഗ്രൂപ്പ് ഡിക്ക് പഠിക്കാനുള്ളത്, ഇത് തന്നെയാണ് NTPCക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ സയൻസ് ഉള്ളിടത്തെല്ലാം ഈ സിലബസ് ആണ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ജനറൽ അവയർനെസ് വ്യത്യാസമുണ്ട്. ഇത് ഗ്രൂപ്പ് ഡിയുടെയും ALPയുടെയും സിലബസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഗ്രൂപ്പ് ഡിയുടെയും ALPയുടെയും സിലബസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഗ്രേഡ് 1ന്റെ ജനറൽ അവയർനെസ് എന്ന് പറയുന്നത് ജൂനിയർ എഞ്ചിനീയർ എക്സാമിന്റെ ജനറൽ അവയർനെസിന്റെ സിലബസ് ആണെന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഞാനൊരു താരതമ്യം കൂടെ ഇതിന്റെ കൂടെ പറഞ്ഞു പോകണമെന്നേ ഉള്ളൂ. ഈ താരതമ്യമായിട്ട് ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ തന്നെ ചാനലിൽ കിടപ്പുണ്ട്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. ഓരോ പരീക്ഷയ്ക്കും ഓരോ വിഷയത്തിൽ നിന്നും എന്തൊക്കെയാണ് സിലബസുകൾ ഉള്ളത്, എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളതൊക്കെ ആ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കാവുന്നതാണ്. അപ്പോൾ എക്സാമിന്റെ പാറ്റേൺ മനസ്സിലായി, എക്സാമിന്റെ സിലബസ് മനസ്സിലായി. ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ പുതിയ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. സെൻട്രൽ എംപ്ലോയ്മെന്റ് നോട്ടീസ് 02/2026 നമ്മുടെ നോട്ടിഫിക്കേഷൻ വരാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ ആ പേരിലാണ് അറിയപ്പെടുന്നത്. ഓപ്പണിംഗ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ 30/6/2026 ജൂൺ മാസം 30 ആയിരിക്കും നിങ്ങളുടെ ഓപ്പണിംഗ് വരുന്നത്. അപ്പോൾ മിക്കവാറും ജൂൺ 29-നോ 28-നോ ആയിട്ട് നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ലൈവ് ആവുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഒരു മാസത്തോളം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ജൂലൈ 29 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നലിന് ഈ വർഷം 323 ഒഴിവുകളും ഗ്രേഡ് 3ക്ക് 6242 ഒഴിവുകളും, അങ്ങനെ ആകെ 6565 ഒഴിവുകളിലേക്കാണ് ഇത്തവണ എക്സാം വിളിച്ചിട്ടുള്ളത്. ടെക്നീഷ്യൻ ഗ്രേഡ് 1 323 നല്ല ഒഴിവാണ്. കഴിഞ്ഞ വർഷം 180 ചില ഒഴിവുകളെ ഉണ്ടായിരുന്നുള്ളൂ. ഇത്തവണ അതിന്റെ ഏകദേശം ഇരട്ടിയുടെ അടുത്ത ഒഴിവുകൾ നമുക്ക് ഇത്തവണ ടെക്നീഷ്യൻ ഗ്രേഡ് 1 എക്സാമിന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കി വെക്കുക. അധികം താമസിയാതെ തന്നെ ടെക്നീഷ്യൻ ഗ്രേഡ് 1ന്റെയും ഗ്രേഡ് 3യുടെയും എക്സാം നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, വരാനായിട്ട് പോകുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ RRB നോട്ടിഫിക്കേഷൻ ഇട്ട് വിളിക്കുന്ന 8ഓളം പരീക്ഷകളിൽ ഏറ്റവും എളുപ്പത്തിൽ ജോലിയിൽ കയറാൻ പറ്റുന്ന പരീക്ഷകളാണ് ടെക്നീഷ്യൻ പരീക്ഷ. ഒറ്റ സ്റ്റേജേ ഉള്ളൂ. ആ സ്റ്റേജിൽ മാക്സിമം മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആൻഡ് മെഡിക്കൽ എക്സാമിനേഷൻ. നിങ്ങൾ കണ്ണടച്ചോർക്കുമ്പോഴേക്കും ജോലിയിൽ കയറാനുള്ള സാധ്യത ഉണ്ട്. കഴിഞ്ഞ 25-ലെ ടെക്നീഷ്യൻ ഗ്രേഡ് 1ന്റെ റിസൾട്ട് ഓൾറെഡി വന്നു കഴിഞ്ഞു. നമ്മുടെ ടെക്നീഷ്യൻ ഗ്രേഡ് 1ന്റെയും ടെക്നീഷ്യൻ ഗ്രേഡ് 3യുടെ ബാച്ചസ് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. നമ്മുടെ 2.0 രണ്ടാമത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. താല്പര്യമുള്ള കുട്ടികൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. ഗ്രേഡ് 1ന്റെ ബാച്ച് നമ്മൾ ഉടനെ തന്നെ ലോഞ്ച് ചെയ്യുന്നുണ്ടായിരിക്കും. താല്പര്യമുള്ള കുട്ടികൾക്ക് ഈ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി, അല്ലെങ്കിൽ ഗൂഗിൾ ഫോം ഈ വീഡിയോയുടെ താഴെ കൊടുക്കാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് നമ്മുടെ സ്കോർ ടീമിന്റെ ഭാഗമായിട്ട് ടെക്നീഷ്യൻ എക്സാം പഠിച്ചു തുടങ്ങാവുന്നതാണ്. എക്സാമിനെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിക്കൊണ്ട്, എക്സാമിന്റെ സിലബസ് മനസ്സിലാക്കിക്കൊണ്ട്, PYQ മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെ ഒരു കോഴ്സ് ക്രിയേറ്റ് ചെയ്യാം, ആ രീതിയിലുള്ള ഒരു കോഴ്സ്, കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാനോട് കൂടിയിട്ടുള്ള ഒരു കോഴ്സാണ് നമ്മുടെ ടെക്നീഷ്യൻ ഗ്രേഡ് 3ക്കും ഗ്രേഡ് 1നും ഇത്തവണ സജ്ജമാക്കിയിട്ടുള്ളത്. താല്പര്യമുള്ള കുട്ടികൾ എന്ത് ചെയ്യുക, ഈ നമ്പറിൽ വിളിക്കുക, അല്ലെങ്കിൽ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.